ഹായ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ ടുഗെദറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷർ തസ്തികയിലേക്കുള്ള എക്സാം ഒക്ടോബർ മാസമാണ് നടത്തുന്നത്. അതിൽ കോർപ്പറേഷനിൽ നിന്ന് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കോർപ്പറേഷനിൽ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ സിലബസിൽ തന്നിരിക്കുന്നത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇതിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം ഇതിന് 3 പറ്റിയിട്ടും പിന്നെ കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഫോംസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അതിനെ പറ്റിയിട്ടുള്ളതും പിന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് അതെന്താണെന്നുള്ളതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഈ കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് അത് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ഈസ് ദ ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ്. ദ എൻറ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. അതിൽ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കൈകളിലാണുള്ളത്. ക്യാപിറ്റലിസം ബിലീവ്സ് ഇൻ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ CSEB-യുടെ എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം CSEB എക്സാമുകൾക്കും ചോദിക്കുന്നുണ്ട്. ഈ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ക്യാപിറ്റലിസമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് എക്കണോമിക് സിസ്റ്റം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ക്യാപിറ്റലിസം തന്നെയാണ്. ഓക്കെ, ഫീച്ചേഴ്സ്. ഇത് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. പ്രോഫിറ്റ് മോട്ടീവ്, മിനിമം ഗവൺമെൻറ് ഇൻ്റർഫറൻസ്, ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫറൻസ് വളരെ മിനിമം ആയിരിക്കും. ക്ലാസ് കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാസ് സ്ട്രഗിൾ, റിച്ച് ആൻഡ് പുവർ എന്നുള്ള 2 ക്ലാസ്സസ് ആയിരിക്കും അതിലുണ്ടാവുക. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, ചൂഷണം ക്യാപിറ്റലിസത്തിലെ ഒരു ഇതാണ് ചൂഷണം എന്ന് പറയുന്നത്. ആൻഡ് പ്രോക്സി അലൗഡഡ്, ഇതിലൊരു പകരക്കാരൻ അലൗഡഡ് ആണ്, പ്രോക്സി അലൗഡഡ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ, നേരത്തെ പറഞ്ഞിരുന്നു കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഉള്ളത് ഈ ക്യാപിറ്റലിസത്തിലാണുള്ളത്. ഇതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നതും ഈ ക്യാപിറ്റലിസത്തിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ്. ക്രിയേഷൻ ഓഫ് മോണോപോളീസ് എന്ന് പറഞ്ഞാൽ കുത്തകകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടത്. ഇത്രയാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അടുത്തത് സോഷ്യലിസമാണ്. സോഷ്യലിസത്തിൽ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ബൈ ദ സ്റ്റേറ്റ് ഓണർഷിപ്പ്. സോഷ്യലിസത്തിൽ ഈ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആയിരിക്കും, സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലായിരിക്കും. ആൻഡ് പ്രൈസ് മെക്കാനിസം ഈസ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ ഒരു എസെൻഷ്യൽ ഫീച്ചറാണ് പ്രൈസ് മെക്കാനിസം. ഇത് CSEB-യുടെ എക്സാമിനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സോഷ്യലിസത്തിൻ്റെ ഒരു എസെൻഷ്യൽ ഫീച്ചർ എന്താണെന്നുള്ളത് അത് പ്രൈസ് മെക്കാനിസമാണ്. ഫീച്ചേഴ്സ്: സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ റെമഡി ഫോർ എക്കണോമിക് ഡെവിൾ, സ്റ്റേറ്റ് ഈസ് സുപ്രീം ആൻഡ് സർപ്ലസ് ഗോസ് ടു ദ സ്റ്റേറ്റ്. ഇതിൽ കാറൽ മാർക്സിൻ്റെ ഒരു കോട്ട് ഉണ്ട്: സൊസൈറ്റി ക്യാൻ ബി റീഫോംഡ് ഓൺലി ബൈ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അടുത്തത് മിയർ ഗ്രോത്ത് ഓഫ് കോർപ്പറേഷൻ ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് സോഷ്യലിസം. അത് പറഞ്ഞിട്ടുള്ളത് ലെനിനാണ്. അപ്പോൾ ഈ സോഷ്യലിസത്തിൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓണർഷിപ്പ് ആയിരിക്കും, സർപ്ലസ് എല്ലാം സ്റ്റേറ്റിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്, സ്റ്റേറ്റ് ആയിരിക്കും ഇതിൽ സുപ്രീമായിട്ട് ഉള്ളത്. അടുത്തത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. സോഷ്യലിസത്തിൻ്റെ എക്സ്ട്രീം ഫോമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിസം ബിലീവ്സ് ഇൻ അറ്റൈനിങ് ഇറ്റ്സ് എയിംസ് ബൈ റവല്യൂഷണറി മീൻസ്. കമ്മ്യൂണിസം ഈസ് മിയർ ആൻ ഐഡിയോളജി ദാൻ എ പ്രാക്ടിക്കബിൾ സിസ്റ്റം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കബിൾ സിസ്റ്റത്തിനേക്കാളും കൂടുതൽ ഒരു ഐഡിയോളജിയാണത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 റിട്ടൺ ബൈ കാറൽ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 വരുന്നത്. അത് എഴുതിയിരിക്കുന്നത് കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും കൂടിയിട്ടാണ്. ഇതിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തും
സോഷ്യലിസത്തിൽ സ്റ്റേറ്റാണ് സുപ്രീം ആയിട്ടുള്ളത്. ആൻഡ് കമ്മ്യൂണിസം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോം ആയിട്ടുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക്